ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ് ആൻഡ് വെൽക്കം ടു പാർട്ട് 2 ഓഫ് വാരണാസി സ്റ്റോറീസ്. അങ്ങനെ നമ്മൾ വാരണാസി റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ വന്നിറങ്ങിയേക്കാണ്. ഇനി ഇവിടുന്ന് ശരിക്കും എന്ത് ചെയ്യുമെന്നോ എങ്ങോട്ട് പോകുമെന്നോ ഒന്നും ഒരു പ്ലാനും ഇല്ല നമ്മുടെ അടുത്ത്. എന്തായാലും നമ്മുടെ കോറം ഇപ്പോൾ 7 പേരും ആയിട്ടുണ്ട്. UP ആയതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ട് വേണം നടക്കാൻ, ഇല്ലെങ്കിൽ നമുക്ക് 8ന്റെ പണിയും കിട്ടും. റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ റൂമെന്നും പറഞ്ഞ് വന്ന ചേട്ടനെ തന്നെ ഞങ്ങൾ എന്തായാലും പൊക്കി. കാരണം ഇത്രയും മണിക്കൂർ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഇരുന്നാണ് നമ്മളിവിടെ എത്തിയേക്കുന്നത്. അതിൻ്റെ നല്ല ക്ഷീണം ഞങ്ങളുടെ അടുത്തുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും റൂം എടുത്തിട്ടൊന്ന് കിടക്കണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ചിന്ത. 2 ഓട്ടോ വിളിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഞങ്ങൾ ശരിക്കും ഞെട്ടി. ഞങ്ങളാണ് ഈ 7 പേരെയും കൊണ്ട് പുള്ളി ഒറ്റ ഓട്ടോയിൽ തിങ്ങി നിറച്ചിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വാരണാസി കറങ്ങാൻ നോർമൽ എക്സ്പെൻസ് ആയിരിക്കും ദേവ്ദി വാലിക്കെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. കാരണം ദേവ്ദി വാലി സമയത്ത് വാരണാസിയിലുള്ള എല്ലാത്തിനും നല്ല റേറ്റാണ്. 3 എക്സ്പെൻസ് ആവും വാരണാസി ദേവ്ദി വാലി സമയത്ത് കറങ്ങാൻ. അങ്ങനെ ഞങ്ങൾ 2-3 റൂമൊക്കെ കണ്ട് അവസാനം ഞങ്ങൾക്കൊരു നല്ല അത്യാവശ്യം ഒരു റൂം കിട്ടി. അതും 1500 രൂപയ്ക്ക്. 7 പേരുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ശരിക്കും ഒരു 200 രൂപ വെച്ച് വല്ല ഒരു ദിവസം റെൻ്റാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 3 ദിവസം അഡ്വാൻസ് ആയിട്ട് അങ്ങോട്ട് ബുക്ക് ചെയ്തിട്ട്. കാരണം ഈ റേറ്റിന് എന്തായാലും ഞങ്ങൾക്ക് ഇനി വാരണാസി ഒരു റൂം എന്തായാലും കിട്ടാൻ പോകുന്നില്ല. എങ്ങനെയെങ്കിലും റൂം എടുത്തിട്ടൊന്ന് കിടന്നുറങ്ങണമെന്ന് വിചാരിച്ച് ഞങ്ങൾ ശരിക്കും ഉറങ്ങിയില്ല. ഞങ്ങൾക്കാണെങ്കിൽ വാരണാസി എന്ന് പറഞ്ഞ ഒരു സ്വപ്നമായിരുന്നു. കാരണം അവിടെ ചെന്നിട്ടൊന്ന് കിടന്നുറങ്ങാൻ പോലും തോന്നിയില്ല. രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും കുളിച്ച് റെഡിയായി ഗംഗാരതി കാണാൻ വേണ്ടിയാണ് ഈ പോകുന്നത്. ഗംഗാരതി എവിടെയാണെന്നും എല്ലാം ഇനി തപ്പണം. ഞങ്ങൾക്ക് വാരണാസിനെ കുറിച്ച് ഒരു ഐഡിയ ഒരു പ്ലാനോ അങ്ങനെ ഒന്നുമില്ല. എവിടെയാണെങ്കിലും ഏത് വഴിയാണെങ്കിലും കയറി ചെന്ന് എല്ലാം കാണണം. അതാണ് ഈ യാത്രയുടെ ലക്ഷ്യവും. വാരണാസിയിൽ ശരിക്കും എല്ലാം കാണാനുള്ളതും അവിടുത്തെ പഴയ ബിൽഡിങ്ങും കാര്യങ്ങളും എല്ലാമാണ്. എല്ലാം നല്ല പഴക്കമുള്ള ബിൽഡിങ്സും എല്ലാമാണ് വാരണാസിയിൽ ഇപ്പോഴും ഉള്ളത്. അങ്ങനെ ഞാനും രാഹുലേട്ടനും കൂടെ മാപ്പിട്ട് അങ്ങോട്ട് ഇറങ്ങി. എവിടെയാണെന്ന് വെച്ചാലും തപ്പിപ്പിടിക്കണം ഗംഗാരതി. കൂട്ടത്തിൽ നമ്മുടെ പിള്ളേരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യമേ നടക്കാമെന്ന് വിചാരിച്ചാലും പിന്നെ ആ ക്ഷീണം കാരണം ആ പ്ലാൻ അങ്ങോട്ട് ഉപേക്ഷിച്ചു. എങ്ങനെയെങ്കിലും ഇനി ഒരു ഓട്ടോ പിടിക്കണം. ഇതാണ് ഇവിടുത്തെ സൈക്കിൾ റിക്ഷ. ഇത് കാണാനും തന്നെ ഒരു പ്രത്യേക ഒരു വൈബാണ്. പക്ഷേ ഇത് ചവിട്ടിക്കൊണ്ട് ഇത്ര തിരക്കുള്ള റോഡിൽ കൂടെ പോകുന്നവരെയും സമ്മതിക്കണം. അങ്ങനെ ഞങ്ങൾ രാവിലെ അവിടുന്ന് അടുത്തൊരു ഓട്ടോയും പിടിച്ച് നമ്മൾ ഗംഗാരതി നടക്കുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഗംഗാരതി എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു പ്രത്യേക ഒരു ഫീല് മനസ്സിലോട്ട് വരും. അപ്പോൾ രാവിലത്തെ ഗംഗാരതി അസിഘട്ടിലാണ് നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു ഓട്ടോയൊക്കെ പിടിച്ച് അസിഘട്ടിൽ അങ്ങ് എത്തി. പിന്നെ അവിടുന്ന് ഒരു ചായയും ബസ്സാക്കി ഞങ്ങൾ ഇനി നേരെ ഗംഗാരതി നടക്കുന്ന സ്ഥലത്തേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരത്തെ നടത്തത്തിനൊടുവിൽ നമ്മളങ്ങനെ ഗംഗാ നദിയുടെ തീരത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് അസിഘട്ട്. ഇവിടെയാണ് ഗംഗാരതി നടക്കുന്നത്. അപ്പം നമ്മളെപ്പോലെ തന്നെ കുറേ പേരും ഗംഗാരതി കാണാൻ വേണ്ടി രാവിലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ ഇവിടുത്തെ സമയം എന്ന് പറഞ്ഞാൽ 5:30ക്കാണ് ഗംഗാരതി തുടങ്ങുന്നത്. 5:30 തൊട്ട് 6:30 വരെയാണ് രാവിലത്തെ ഗംഗാരതിയുടെ സമയം. ഒരു ദിവസം 2 നേരമാണ് ഗംഗാരതി സാധാരണ നടക്കാറ്. രാവിലെ അസിഘട്ടിലും വൈകുന്നേരം ദശേശ്വമേധ് ഘട്ടിലുമായിട്ടാണ് ഗംഗാരതി നടക്കാറ്. അങ്ങനെ കുറേ നേരം ഗംഗാരതി തുടങ്ങാൻ വേണ്ടി നമ്മളവിടെ വെയിറ്റ് ചെയ്തു നിന്നു. നമ്മളെപ്പോലെ തന്നെ ഗംഗാരതി കാണാൻ വേണ്ടി ഒരുപാട് മലയാളികളും അവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ 3 സ്ഥലങ്ങളിലായിട്ടാണ് ഗംഗാരതി നടക്കാറ്. അതിലെ 3 സ്ഥലങ്ങളാണ് ഋഷികേശ്, ഹരിദ്വാർ, വാരണാസി. അങ്ങനെ ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ആ വിഷ്വൽ അങ്ങ് കണ്ടു. ഗംഗാരതി അവിടുത്തെ ആ മണവും അവിടുത്തെ ആ എല്ലാ സൗണ്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് ഫുള്ളൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു. അങ്ങനെ വാരണാസിയിൽ നമ്മൾ വന്നിറങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ വാരണാസി ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ആദ്യമേ തന്നെ കുറേ നാളായിട്ട് ഡ്രീം ചെയ്തിരുന്ന വാരണാസിയിലെ ഗംഗാരതിയും കണ്ട് ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രാവിലെ ഒരു ബോട്ടിലൊന്ന് യാത്ര ചെയ്യണം. അതായത് വാരണാസിയിലെ ഘട്ടുകളും എല്ലാം കണ്ട് ബോട്ടിലിരുന്ന് നല്ല പീസ്ഫുള്ളായിട്ടിരുന്ന് നമുക്കൊരു യാത്ര. അങ്ങനെ നമ്മളിപ്പം ബോട്ടിൽ കയറാൻ വേണ്ടി പോവാണ്. അപ്പം ബോട്ടിന്റെ ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാദ്യമേ നമ്മുടെ അടുത്ത് എന്തായാലും 200 രൂപയൊക്കെ പറയും. പക്ഷെ ശരിക്കും അതല്ല. ഇവിടെ ഒരു മലയാളി പയ്യനെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് അവർ ബാർഗെയിൻ ചെയ്ത് അവരെ നമുക്ക് 80 രൂപയൊക്കെ തരും. അപ്പം നമ്മൾ 10 പേരുണ്ട്. അപ്പം എന്തായാലും 10 പേർക്കൂടെ ഒരു 80 രൂപ പോയിട്ട് വരാം, ബോട്ടിൽ പോയിട്ട് വരാം. അങ്ങനെ ദീപാവലി സമയത്ത് നല്ല 3 എക്സ്പെൻസ് ആവുമെന്ന് പറഞ്ഞ് വന്ന ഞങ്ങൾ 7 പേരെ കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞങ്ങളെല്ലാം ഷെയർ ചെയ്ത് ഞങ്ങൾക്ക് ഇത്ര ചുരുങ്ങിയ എമൗണ്ട് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റിയത്.
ഞങ്ങളൊന്ന് ബാർഗെയിൻ ചെയ്ത് ഒരു 120 രൂപ വരെ ആക്കിയിട്ടും വേറൊരു 3 മലയാളി അവിടെ പഠിക്കുന്ന പിള്ളേരെ കണ്ടപ്പോഴാണ് ഞങ്ങൾക്കത് 80 രൂപയായിട്ട് കുറച്ച് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ബോട്ടിലൊക്കെ കയറി നല്ല രാവിലത്തെ കുറേ മഞ്ഞിങ്ങനെ വീണ് കിടക്കുന്ന വിഷ്വൽസും എല്ലാമായിട്ട് നല്ല അടിപൊളി വാരണാസി കാഴ്ചകൾ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കുറേ ഹിന്ദിക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും അത്യാവശ്യം നല്ല കമ്പനിയായിരുന്നു. ഈ വാരണാസിയുടെ ഈ ഘട്ടുകളിലുള്ള ഈ ബിൽഡിങ്സിനെല്ലാം നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും വാരണാസി വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും രാവിലെ തന്നെ ഒരു ബോട്ട് റൈഡ് എടുക്കുക. കാരണം രാവിലെ വാരണാസിയിലെ കാഴ്ചകൾ എല്ലാം വേറെ വേറെയാണ്. വാരണാസി നിങ്ങൾ എവിടെ തിരിഞ്ഞാലും ഓരോ ഫ്രെയിംസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ദേവ് ദിവാലി ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ആഘോഷത്തിലും എല്ലാമാണ്. വാരണാസിയിലെ എല്ലാ വീടുകളും ബിൽഡിങ്സും എല്ലാം ലൈറ്റ് കൊണ്ടും എല്ലാം അലങ്കരിച്ച് സാധാരണ ഒരു ദിവസം വന്ന് വാരണാസി കാണുന്നതിനെക്കാട്ടും ഏറ്റവും ബ്യൂട്ടിഫുള്ളാണ് ദേവ് ദിവാലി സമയത്ത് ഞങ്ങൾ വാരണാസി കാണുന്നത്. ഇവിടെ നമ്മൾ ബോട്ടിൽ പോകുമ്പം കുറേ പക്ഷികളെ കാണാം. അതുങ്ങൾക്കുള്ള തീറ്റ നമുക്ക് ഗട്ടിയിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ കഴിയുന്നതാണ്. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വീഡിയോസും എടുക്കാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ബോട്ടിൽ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ഒരു ഘട്ടിലോട്ട് ഇറങ്ങി. ഇനി നമുക്ക് അവിടെ നിന്ന് കുറച്ച് അവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണാമെന്നുള്ള രീതിക്ക് അവിടെ ഇറങ്ങി. അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് നടന്ന് നമ്മുടെ റൂമിലോട്ട് പോവാണ്. ഇനി അവിടെ റൂമിൽ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് വേണം നമുക്ക് വൈകിട്ട് ദേവ് ദീപാവലി കാണാൻ വേണ്ടി ശരിക്കും ഇറങ്ങാൻ. അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫയർ വർക്കും കാര്യങ്ങളും എല്ലാമാണ് ഈ വാരണാസിയിൽ ഈ ദേവ് ദീപാവലി സമയത്ത് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ ഇനി ഇതുപോലത്തുള്ള നല്ല ട്രാവൽ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ ഫ്രം ട്രാവൽ വിത്ത് ബോൺ.